അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്പെഷ്യൽ നല്ല കിടിലൻ ഈസിലി ബനാന കട്ട്ലറ്റ് ആയാലോ. അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? ഹായ് ഹലോ, ഷെഫ് ട്രാവലർ ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് അരക്കപ്പ് മിൽമ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് 15 പീസ് അണ്ടിപ്പരിപ്പ് 30 പീസ് കറുത്ത മുതിരിയും ഇട്ട് പതുക്കെ ഇളക്കുക. അണ്ടിപ്പരിപ്പും കറുത്ത മുതിരിയും ചൂടായി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ തിരിങ്ങിയ തേങ്ങ ഒരു 3 കൈപ്പിടി ചേർത്ത് ഒന്നിടവിട്ട് ഇളക്കുക. തീയുടെ പരുവം ഇടയ്ക്ക് ശ്രദ്ധിക്കുക. അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും ഒരുപാട് മൂത്ത് പോകരുത്. തേങ്ങയുടെ കളർ മാറി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ മധുരത്തിനായി ഒരു അര കൈപ്പിടി പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. കൂടെ ഫ്ലേവറിനായി ഒരു നുള്ള് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് നന്നായി ഇളക്കുക. തേങ്ങ ഒരു ബ്രൗൺ കളറായി വരുന്നതിനനുസരിച്ച് ഫ്രൈ പാൻ ഓഫാക്കി മാറ്റുക. തേങ്ങയും അണ്ടിപ്പരിപ്പും ഒരിക്കലും ഓവറായി മൂത്ത് പോകരുത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് പഴുത്ത ഏത്തപ്പഴത്തിൽ കൂട്ടുപിടിപ്പിക്കുന്നതാണ്. അതിനായി 3 പഴുത്ത ഏത്തയ്ക്ക ആവിയിൽ പുഴുങ്ങിയത് ചൂട് പോയതിനു ശേഷം തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലോട്ടിട്ട് പഴം നന്നായി ഞെവിടിയെടുക്കുക. ഇനി നമ്മൾ ആദ്യം തേങ്ങയും അണ്ടിപ്പരിപ്പും മൂപ്പിച്ചത് ചൂട് പോയതിനു ശേഷം പഴം ഞെവിടിയ പാത്രത്തിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം. പഴത്തിന്റെ ചൂട് പോകാതെ മിക്സ് ചെയ്യരുത്, കൈ പൊള്ളി പണി കിട്ടും. അതുകൊണ്ട് അതെപ്പോഴും ഓർമ്മയിൽ വേണം. ഇനി തേർഡ് സ്റ്റെപ്പ് മുട്ട ബീറ്റ് ചെയ്ത് വെക്കലാണ്. അതിനായി 2 കോഴിമുട്ട പൊട്ടിച്ചത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി അതിനൊപ്പം ഒരു 8 പീസ് സോഫ്റ്റ് ബണ്ണ് ഫ്രൈ പാനിൽ പൊടിപൊടിയായി പൊടിച്ച് ബ്രൗൺ കളറിൽ ഫ്രൈ ആക്കി മാറ്റി വെക്കണം. ശേഷം ഇനി ഏത്തപ്പഴവും അണ്ടിപ്പരിപ്പും തേങ്ങയും ചേർത്ത് വെച്ച മാവ് കൈകൊണ്ട് ചെറിയ റൗണ്ട് പരുവത്തിലാക്കി നേരത്തെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തതിൽ 2 സൈഡും മുക്കി കൂടെ ബ്രെഡ് മുരിച്ചതിലും മുക്കി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. ഫൈനലി ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഫ്രൈ പാൻ ചൂടാക്കി കേര വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ബനാന കട്ട്ലറ്റിന്റെ പീസ് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ശേഷം ഒരു ക്ലിപ്പർ ഉപയോഗിച്ച് ഓരോ സൈഡും തിരിച്ചിട്ട് നൽകുക. ബനാന കട്ട്ലറ്റിന്റെ 2 സൈഡും നന്നായി മുരിഞ്ഞു വരുമ്പോൾ എണ്ണ നിർത്തി ഒരു അരിപ്പയിലോട്ട് മാറ്റി വെക്കുക. എണ്ണ വാർന്ന് കട്ട്ലറ്റ് നന്നായി ചൂട് പോയതിനു ശേഷം ട്രൈ ചെയ്യാം. കൂടെ ഒരു ചായയോ കട്ടനോ ആയാൽ പൊളിയാണ്. അപ്പോൾ ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസും ഫീഡ്ബാക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക.